വളരെ ലൈറ്റ് ഹാർട്ടഡ് ആളാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്ന് ഞാൻ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ഭയത്തോടെ ജീവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഇതിന് ലൈറ്റർ വേർഷൻ ഇല്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമസ്കാരം. അപ്പോൾ ഇന്ന് പറയാനുള്ളത് ഈ വീഡിയോയെ കുറിച്ചാണ്. ഇതിൽ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പാരനോർമൽ ആക്ടിവിറ്റിയെക്കുറിച്ചും ഗോസ്ലി എക്സ്പീരിയൻസ്, ഗോസ്ലി എൻകൗണ്ടേഴ്സിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുകയാണ്. അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റാണ്. കൂടാതെ അദ്ദേഹം ഒരു എക്സോസിസിൽ ട്രെയിൻ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അതൊക്കെ പരമമായ സത്യമാണ്. ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതൊക്കെ എന്തുകൊണ്ടിട്ടൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം, അറിവുള്ളവർക്ക് മനസ്സിലാക്കാം. പിന്നെ അദ്ദേഹം ഇതിനകത്ത് എടുത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ സ്പിരിറ്റിനെ, ആത്മാവിനെ വിളിച്ചു വരുത്തുന്ന, സ്പിരിറ്റിനെ സമൻ ചെയ്യുന്ന ചില ഡിവിനേഷൻ മെത്തേഡ്, എസ്പെഷ്യലി ഓജോ ബോർഡ് എന്ന് പറയും. അത് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അത് വളരെ ഡേഞ്ചറസ് ആണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അത് ഡേഞ്ചറസ് ആണ്. അത് ഡേഞ്ചറസ് ആ വ്യക്തിക്ക് മാത്രമല്ല, ആ കുടുംബത്തിന് വരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ആരും ഇത് ആവർത്തിക്കരുത്. കാര്യം ഇത് വളരെ വളരെ സെലക്റ്റീവായിട്ടുള്ള വ്യക്തികൾക്ക് പറ്റുന്ന ചില കാര്യങ്ങളാണ്. അത് അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അതിനകത്തുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. കാര്യം ചില വ്യക്തികളുണ്ട് ഭൂമിയിൽ, ഈ ചോസൺ വൺ, സ്റ്റാർ സീഡ്സ് എന്നൊക്കെ പറയും. അത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ മൂടയിൽ പിറന്നവർ എന്ന് പറയും. മൂടയിൽ പിറന്നവർ എന്നൊക്കെ പറയും. മൂടയിൽ പിറന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി ജനിക്കുമ്പോൾ തന്നെ ഒരു മെംബ്രെയിൻ ഉണ്ട്, ഒരു മൂടുണ്ട്. മൂടയുടെ ഉള്ളിലാണ് കൊച്ചി. ഈ മെംബ്രെയിൻ്റെ ഒരു എക്സ്ട്രാ മെംബ്രെയിൻ ഉണ്ട്. ഈ മെംബ്രെയിൻ എടുക്കുമ്പോൾ തന്നെ കൊച്ചി മെംബ്രെയിനോട് കൂടിയാണ്. മെംബ്രെയിൻ കട്ട് ചെയ്തിട്ടാണ് ഈ കൊച്ചിനെ എടുക്കുന്നത്. അതാണ് ഈ മൂടയിൽ പിറന്നവർ എന്ന് പറയുന്നത്. മൂടയിൽ പിറന്നവർക്കുള്ള ഒരു കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ആത്മാക്കളെ കാണാൻ നോക്കും. അവർക്ക് ക്ലിയർ കപ്പാസിറ്റി കൂടുതലാണ്. ഇപ്പം ഞാൻ തന്നെ, എനിക്ക് 4 ക്ലിയർ കപ്പാസിറ്റികളുണ്ട്. ഞാൻ ക്ലിയർ സെൻറ്റിയൻ്റ് ആണ്, ക്ലിയർ വോയൻ്റ് ആണ്, ക്ലിയർ ഓഡിയൻ്റ് ആണ്, ക്ലിയർ കോഗ്നിസൻ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി എന്തൊക്കെയാണ്. ക്ലിയർ ഓഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാത്ത പല കാര്യങ്ങളും കേൾക്കാനുള്ള കഴിവ്. ക്ലിയർ വോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാത്ത പോലെ കാണാനുള്ള കഴിവ്. ക്ലിയർ സെൻറ്റിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽ ചെയ്യാനുള്ള കഴിവ്, എനർജി ഫീൽ ചെയ്യാനുള്ള കഴിവ് ഒക്കെയാണ്. അങ്ങനെയുള്ള കഴിവുകളുള്ള വ്യക്തിയാണ്. അതാണ് അവരുടെ DNA, അതാണ് അവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അതാണ് സ്റ്റാർ സീഡ്സ് എന്ന് പറയുന്നത്. അത് വളരെ ചുരുക്കം പേരാണ്. അവർ ഭൂമിയിൽ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അവർക്ക് ചില കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കാര്യം സാധാരണ ജനങ്ങൾക്ക് ആക്സസബിൾ അല്ലാത്ത ചില കാര്യങ്ങളാണ് ഇതൊക്കെ. അവിടെ ഒരു വെളിച്ചം കൊണ്ടുവരാനാണ് ഈ സ്റ്റാർ സീഡ്സ് ഭൂമിയിലുള്ളത്. ഈ എക്സോസിസം പോലുള്ള കാര്യങ്ങൾ. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ എക്സോസിസം പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഞാൻ എക്സോസിസത്തിൽ ട്രെയിൻഡ് ആണെന്ന് അറിയാമെന്നുള്ളവർക്ക് അറിയാം. ഞാൻ ചില ഹീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് ആ DNA നമുക്കത് ഉള്ളത് കൊണ്ടിട്ടും ആജീവനാന്തം നമുക്ക് ആ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടിട്ടും നമ്മൾ അതിനകത്ത് ഒരുപാട് ടൈം ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയത് കൊണ്ടിട്ടും മാത്രമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. ഇത് വളരെ വളരെ ഡേഞ്ചറസ് ആണ്. ഈവൻ ഫോർ അസ്, ഞങ്ങൾക്ക് വരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞു വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം പരമാർത്ഥമാണ്. ചില മരണങ്ങൾ നടന്നിട്ടുള്ള സ്ഥലങ്ങൾ, കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഹീനമായിട്ടുള്ള പ്രവർത്തികൾ നടന്നിട്ടുള്ള സ്ഥലങ്ങളിൽ ആ ഒരു നെഗറ്റീവ് സ്പിരിറ്റ്സും നെഗറ്റീവ് എനർജിയും ഒക്കെ ഉണ്ടാകാറുണ്ട് എന്ന് പറയാം. അത് ശരിയാണ്. അത് പലവർക്കും അത് മനസ്സിലാകാറില്ല. പക്ഷേ അത് ഈ ക്ലിയർ എബിലിറ്റീസ് ഉള്ളവർക്ക് അത് മനസ്സിലാക്കാം. കാര്യം അവർക്കൊരു 6th സെൻസ് ഉണ്ട്. ഈ 5 സെൻസ് എന്ന് പറഞ്ഞാൽ അത് എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു കാര്യമാണ്. 6th സെൻസ് എന്നൊരു സംഭവമുണ്ട്. അത് ഈ സ്റ്റാർ സീഡ്സിന് ഉള്ളൊരു കാര്യമാണ് 6th സെൻസ് എന്ന് പറയുന്നത്. അതെല്ലാവർക്കും ഉള്ളൊരു കാര്യമല്ല. അപ്പോൾ അതെല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇത് ചെയ്യാൻ ഉള്ള ഒരു പ്രധാന കാര്യം, വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ഇപ്പോൾ കണ്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഷെയർ ചെയ്യുമ്പോൾ കൂടെ ഷെയർ ചെയ്യേണ്ട ഒരു കാര്യം, കുറച്ചുകൂടി ഒരു വ്യക്തതയ്ക്ക് വേണ്ടി, ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുവാണ്. കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനിടയിൽ, ഇന്നലെ ഒരു വീഡിയോ കാണാനിടയിൽ, ആക്ടർ വിശാൽ, തമിഴ് ആക്ടർ വിശാലിൻ്റെ, മറ്റേ നമ്മുടെ ആക്ഷൻ ഹീറോ വിശാലിൻ്റെ ഒരു വീഡിയോ. വിശാൽ ഒരു പബ്ലിക് ഇവൻറ്റിൽ വന്ന് സംസാരിക്കുന്നു. അവിടെ വിശാൽ കുറച്ച് റിട്ടാർഡായിട്ട്, കുറച്ച് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ വിശാലിൻ്റെ ഫിഗറൊക്കെ ഒന്ന് മാറിയിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് വിശാലിന് പറ്റിയത് എന്നൊക്കെ, അത് ഇങ്ങനെ ഒരു സംഭവമാണ്. അത് പണി കൊടുത്തെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതൊക്കെ എല്ലാ മേഖലയിലും ഉള്ളൊരു കാര്യമാണ്. സ്പെഷ്യലി സിനിമ, പൊളിറ്റിക്സ് മേഖലയിലൊക്കെ ഉള്ളൊരു കാര്യമാണ് ഇതിനകത്ത് പണി കൊടുക്കുന്ന ഇടപാടെന്നൊക്കെ പറയുന്നത്. അതൊക്കെ ചില ദുഷ്ടാത്മാക്കൾ ചെയ്യുന്ന ചില ദുഷ്ടവിദ്യകളാണ്. അപ്പോൾ അങ്ങനെ ഒരു പണി കിട്ടിയിരിക്കുകയാണ് വിശാലിന്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊന്നും മരുന്നിൽ നിൽക്കില്ല. മരുന്നിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല ഇത്. കാര്യം ഇതൊരു പൊസസ്ഡ് എന്നുള്ള അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മരുന്നൊന്നും നിങ്ങളുടെ ശരീരത്തിൽ ഏൽക്കൂല. അതിന് പൊതുവേ ഇങ്ങനെ പാരനോർമൽ ആക്ടിവിറ്റി എന്നൊക്കെ പറയുന്നത് ഈ നെഗ്ലക്ട് ചെയ്ത് കളയും ആൾക്കാർ. സയൻസ് എന്നുള്ളൊരു വാക്ക് വെച്ച്, ശാസ്ത്രം എന്നുള്ളൊരു വാക്ക് വെച്ച് നെഗ്ലക്ട് ചെയ്ത് കളയും. അതിന് ഇങ്ങനെയുള്ള ആക്ടിവിറ്റികളൊക്കെ മെയിൻലി സൈക്കോളജിസ്റ്റുകളാണല്ലോ ഡീൽ ചെയ്യുന്നത്. സൈക്കോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രം പോലും അല്ല. അത് ഞാൻ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു ശാസ്ത്രം പോലും അല്ല. പണിയില്ലാത്തവർക്ക് പണിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൈക്കോളജി എന്ന് പറഞ്ഞ് നടക്കുന്നത്. കാരണം അതൊരു ബഞ്ച് ഓഫ് തിയറിയാണ് ഈ സൈക്കോളജി എന്ന് പറയുന്നത്. സൈക്കോളജിയിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. മനുഷ്യൻ്റെ മനസ്സും മനുഷ്യൻ്റെ രീതികളും എന്നൊക്കെ പറഞ്ഞാൽ സൈക്കോളജി കൊണ്ട് അളക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെ വിശാലിന് കിട്ടിയിരിക്കുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പണിയാണ്. അങ്ങനെ പല ഉദാഹരണങ്ങളും ഉണ്ട്. ഇപ്പോൾ മലയാള സിനിമയിലായാലും ഒരു ഉത്തമ ഉദാഹരണമായിട്ട് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു ഇതാണ് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ഡെന്നിസ് ജോസഫ്. അറിയാവുന്നവർക്ക് അറിയാം. മറ്റേ മമ്മൂട്ടിയുടെ പടം ന്യൂ ഡൽഹിയുടെ ഒക്കെ സ്ക്രിപ്റ്റ് റൈറ്റർ
അദ്ദേഹം വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരു കാലത്ത് വളരെ സക്സസ്ഫുൾ ആകേണ്ട ഒരു വ്യക്തിയായിരുന്നു. ഇടക്കാലം കൊണ്ട് പുള്ളിക്ക് ഒരു ചെറിയ പണി കിട്ടി, പുള്ളി ചില പൊസസ്ഡ് അവസ്ഥയിലേക്ക് മാറി. അതോടെ പുള്ളിയുടെ കഴിവ് പോയി, അശേഷം പോയി. അതിനുശേഷം പുള്ളി സിനിമയിൽ അങ്ങനെ കാര്യമായിട്ട് സജീവമായിട്ടില്ല, മരണം വരെ അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ പോയിട്ടുള്ളൂ. പുള്ളിക്ക് ആ ഒരു ബാധ വന്നതിന് ശേഷം പുള്ളി വേറെ ഏതോ പെന്തക്കോസ്ത പാർട്ടിയുമായിട്ട് ചെന്ന് പെന്തക്കോസ്ത പാസ്റ്റർ ആരായിട്ട് ചെന്ന് മുട്ടി പുള്ളി അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ ഗുരുവായിട്ട് സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ഗൈഡൻസിലൂടെയൊക്കെയാണ് പിന്നീട് മരണകാലം വരെ നടന്നിട്ടുള്ളത്. അത് പുള്ളിയുടെ അഭിമുഖങ്ങളൊക്കെ ഞാൻ നേരത്തെ കേൾക്കാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എക്സോസിസം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം പുള്ളിക്ക് പറ്റിയിട്ടുള്ളത് എന്താണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഈ പെന്തക്കോസ്ത പാസ്റ്റർമാരായാലും പറയില്ല. അവർ ഡീൽ ചെയ്യുന്ന വേറൊരു രീതിയിലാണ് ഈ എക്സോസിസം എന്നൊക്കെ പറയുന്നത്. അത് കംപ്ലീറ്റ് സൊല്യൂഷൻ അല്ല, എക്സോസിസത്തിന് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ അല്ല. ഈവൻ പ്രീസ്റ്റ് ഇവിടെയുള്ള അച്ഛന്മാരൊക്കെ തന്നെ ഇതിനെ ഡീൽ ചെയ്യുന്നത് വളരെ പേടിയോടുകൂടിയാണ്. അവർ ഡീൽ ചെയ്യുന്ന എക്സോസിസം മെത്തേഡ്സ് വളരെ വളരെ ലഘുവായിട്ടുള്ള കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. കാര്യം അവർ പിന്നെ ഒരു സൈക്കോളജിക്കൽ രീതിയിലാണ് ഡീൽ ചെയ്യുന്നത്. അതെല്ലാം സൈക്കോളജി അല്ല. ചില സ്ഥലങ്ങളിൽ സൈക്കോളജി ആണ്. കാര്യം ചിലവർക്ക് ചില ട്രോമകൾ കിട്ടിയിട്ടുണ്ട്. ആ ട്രോമ റെസ്പോൺസുകൾ ആൾക്കാർ കാണിക്കും. പക്ഷേ ഈ ട്രോമ ഉള്ള വ്യക്തികളും വളരെ എന്താ പറയുക, ദേ ആർ പ്രോൺ ടു ഗെറ്റ് പൊസസ്ഡ്. അപ്പോൾ ഈ ട്രോമ ഉള്ള ആൾക്കാരും വളരെ എന്താ പറയുക, പൊസസ്ഡ് ആവാൻ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിലുള്ള വ്യക്തികളാണ്. അതുകൂടിയാണ് ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. കാര്യം നമ്മൾ ഈ പൊതുവെയൊക്കെ പറയും, ഈ നാർസിസിസ്റ്റ് എന്നൊക്കെ പറയും. ഇപ്പോൾ പൊതുവെ പോപ്പുലാരിറ്റിയിലുള്ള കാര്യമാണ് ഈ നാർസിസിസ്റ്റ് എന്നൊക്കെ പറയാം. നാർസിസിസ്റ്റൊക്കെ ഒരു വിധത്തിലൊരു വിൻഡോയാണ്, ഒരു അശുദ്ധാത്മാവിനെ കയറി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിൻഡോയാണ്. അത് എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. ചില സമയങ്ങളിൽ അവർ നോർമലായിരിക്കും. അതൊരു നാർസിസിസ്റ്റിനെ അറിയാമെന്നുള്ളവർക്ക് അറിയാം. നാർസിസ്റ്റ് പല സമയങ്ങളിൽ പല രീതിയിൽ പ്രവർത്തിക്കും. കാര്യം പല രീതിയിലാണ് അവർ ചിന്തകൾ പോകുന്നത്. കാര്യം അത് ആ ഒരു മനുഷ്യനല്ല ആ ചെയ്യുന്നത്, ഒരു അശുദ്ധാത്മാവാണ്. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ വരും. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതൊക്കെ ഒന്നും അസുഖത്തിൻ്റെ രീതിയിലോ ശാസ്ത്രത്തിൻ്റെ രീതിയിലോ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഇത് വേറൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇത് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ആൾക്കാർ ഇത് അറിയാമെന്ന് ഭാവിച്ച് നടക്കരുത്. അത് അറിയാൻ വേണ്ടിയും നടക്കരുത്. ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. കാര്യം നിങ്ങൾ അതിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ തിരിച്ചു വരില്ല. കാര്യം ഇത് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ഈ സ്റ്റാർ സീഡ്സും ചോസൺ വൺസും ഒക്കെ ചെയ്യുന്ന പോലെ ഒരു സംഭവം നിങ്ങളുടെ ഉള്ളിലില്ല, നിങ്ങളുടെ DNA അതില്ല. ഈ ക്ലിയർ എബിലിറ്റി നിങ്ങളുടെ ഉള്ളിലില്ല. അങ്ങനെയുള്ളവർക്ക് വല്ല ഭ്രാന്തായി പോകും. അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ ഭ്രാന്താകുന്നതും പല ആരോഗ്യ പ്രശ്നങ്ങളും എന്താ പറയുക, മാറ്റാൻ പറ്റാത്ത ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പല അഡിക്ഷനുകളിലേക്കും ഒരു ഡൗൺഫോളിലേക്കും ഒക്കെ പോകുന്നതിൻ്റെ കാര്യം അതാണ്. ചിലവർ പറയാറില്ല, ചിലവർക്കൊക്കെ എന്ത് പറ്റി എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് തന്നെ നമ്മൾ ക്രിക്കറ്റർ വിനോദ് കാംബ്ലിയുടെ ഒരു കാര്യം വലിയ ചർച്ചയായി. വിനോദ് കാംബ്ലിക്കൊക്കെ ഇങ്ങനെ ഒരു സംഭവം പറ്റിയിരിക്കുകയാണ്. വിനോദ് കാംബ്ലിയൊക്കെ ആക്ച്വലി എന്താ പറയുക, ഒരു ലോ വൈബ് സ്പിരിച്വൽ എൻറ്റിറ്റിയുമായിട്ട് ബൗണ്ടഡ് ആണ്. അത് വിനോദ് കാംബ്ലിയുടെ മാനറിസം രീതികളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിന് ഡി അഡിക്ഷൻ സെന്ററിൽ പോയി നിന്നുകൊണ്ടിട്ടോ അങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടുള്ള കാര്യമില്ല. അത് ഒരു പക്ഷേ ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്തേക്കാം, പക്ഷേ ദാറ്റ് വിൽ റിട്ടേൺ, അത് തിരിച്ചു വരും. കാര്യം ഇറ്റ് ഇസ് എ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി, ഡിഫറെൻറ്റ് എൻറ്റിറ്റി അറ്റാച്ച്ഡ് ടു യു. ഒരു വേറൊരു എൻറ്റിറ്റി നിങ്ങളിലേക്ക് എന്താ പറയുക അറ്റാച്ച്ഡ് ആയിരിക്കുകയാണ്. അപ്പോൾ അതിനെ മാറ്റുക എന്നുള്ളതാണ് ഇതിനകത്ത് ഉള്ളത്. അത് പലരും പുച്ഛിച്ചൊക്കെ തള്ളും. പുച്ഛിച്ചൊന്നും തള്ളാൻ നിൽക്കണ്ട, ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ആൾക്കാർ അത് മനസ്സിലാക്കിയിരിക്കുക. ആൾക്കാർ ഇങ്ങനെയുള്ള പണികളൊന്നും നിൽക്കാതിരിക്കുക. പിന്നെ ട്രോമ ഉള്ളവരെ പ്രത്യേകം കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കുക. അവർ പൊസസ്ഡ് അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക.